ഹലോ മക്കളെ, എൻ്റെ പേര് സൽസബീൻ എന്നാണ്. എക്കണോമിക്സിൻ്റെ ടീച്ചറായിട്ട് എജ്ബോർഡിൽ കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. വേറെ ഒന്നുമല്ല, ആദ്യമായിട്ട് എൻ്റെ എല്ലാ മക്കൾക്കും കൺഗ്രാറ്റുലേഷൻസ്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന SLC പരീക്ഷ 2026 എഴുതി അത് പാസ്സായതിനു ശേഷം മാത്രമായിരിക്കും നിങ്ങൾ ഈ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു കൺഗ്രാറ്റുലേഷൻ ആണ്. എങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന SLC പരീക്ഷ എഴുതുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന മാർച്ച് മാസത്തിലാണ് അല്ലേ? എന്നാണ് മാർച്ച് മാസം. നിങ്ങൾ നോക്കുക, മാർച്ച് 2026 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇപ്പൊ എത്ര മാസമായി? 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു അല്ലെ? ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസം എത്തുമ്പോഴേക്കാണ് നിങ്ങളിൽ പലരും എന്ത് ചെയ്യുന്നത്, സ്കൂളിൽ പോകാൻ തുടങ്ങുന്നത്. അഥവാ ജൂലൈ 6-ാം തീയതി നമ്മുടെ സ്കൂൾ തുറക്കുകയാണ്. നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞു, ഇനി എന്താണ് പഠിക്കാനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഞാൻ പറയട്ടെ, വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടവരാണ്. നിങ്ങൾ ഈ പറയുന്ന 2026 SSLC പരീക്ഷ എഴുതിയ ആൾക്കാരാണ്. 2026 SSLC പരീക്ഷ എഴുതുന്ന സമയത്ത് സംസ്ഥാനത്ത് മൊത്തം പരീക്ഷ എഴുതിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 4,14,000 സംതിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4,14,000 നമുക്ക് ജസ്റ്റ് അങ്ങനെ എടുക്കാം. അതായത് 4 ലക്ഷത്തിന്റെ മുകളിൽ കുട്ടികൾ പരീക്ഷ ചെയ്തിട്ടുണ്ട്. അതിന് 4 ലക്ഷത്തിന്റെ മുകളിൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷ പാസ്സായിട്ടുണ്ട്. എന്താ കാരണം? 99.07%. അതായത് പരീക്ഷ എഴുതിയ ഏകദേശം എല്ലാവരും 100 പേര് പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് 100 പേര് പരീക്ഷ എഴുതി എന്ത് ചെയ്യും, അതിൽ 100 പേരും പാസ്സാകും എന്ന ഒരു ഏകദേശ കണക്ക് നമുക്ക് കിട്ടും. കാരണം ഇയാൾ എന്ത് ചെയ്യും, തോറ്റുപോയ ഒരാൾ പരീക്ഷ എഴുതും, അയാളും പാസ്സാവും. അഥവാ 100% പാസ് എവിടെ ഉണ്ട്, SLC ഉണ്ട്, നിങ്ങൾക്ക് ഉറപ്പല്ലേ? പക്ഷെ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കുക, നിങ്ങൾ SLC പഠിച്ച് പാസ്സായതിൻ്റെ നിലവാരം നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടത്, കഷ്ടപ്പെടാതെയാണോ പാസ്സായത് ഒക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, 2026 നിങ്ങൾ SLC പരീക്ഷ എഴുതിയ സമയത്ത് ഇതേ സമയത്ത് +2 പരീക്ഷ എഴുതിയ കുട്ടികളുണ്ട് അല്ലേ? അവരെന്നായിരിക്കും SLC പരീക്ഷ എഴുതിണ്ടാവുക? അവർ SLC പരീക്ഷ എഴുതിയ 2024 SLC പരീക്ഷ പാസ്സായ ആൾക്കാരാണ്. അതായത് നിങ്ങളുടെ 2 വർഷം മുമ്പ് SLC പരീക്ഷ 2024 എഴുതി പാസ്സായ ആൾക്കാരാണ്. അന്നും ഇതേ ലെവലാണ് വിജയ ശതമാനം. എത്ര? 99 സംതിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളും അവരൊക്കെ ഒരേ നിലവാരത്തിൽ നല്ല പോലെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. ശരിയാണല്ലേ? പക്ഷേ ഈ പറഞ്ഞ 2024 ശേഷം അവർ ഈ വർഷം അഥവാ 2026 അവരെഴുതിയ പരീക്ഷ എന്തായിരുന്നു? അവരുടെ +2 പരീക്ഷയാണ് എഴുതിയത്. ഈ +2 പരീക്ഷ എഴുതിയ സമയത്ത് അവരുടെ റിസൾട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? ചോദ്യം വളരെ ന്യായമായ ചോദ്യമാണ്, ഞാൻ പറഞ്ഞുതരാം. 4.5 ലക്ഷം കുട്ടികൾ, അതായത് നിങ്ങളെക്കാൾ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷ +2 എഴുതിയിട്ടുണ്ട്. 4.5 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ അതിൽ പാസ്സായവരുടെ എണ്ണം 77%. എത്ര? 77.98. നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്ര, ഒരു 78%. എന്ന് വെച്ചാൽ എന്താ, 100 കുട്ടികൾ പരീക്ഷ എഴുതും, 100 കുട്ടികൾ പരീക്ഷ എഴുതും, അതിൽ 78 കുട്ടികളാണ് പാസ്സാവുന്നത്. 100 കുട്ടികൾ പരീക്ഷ ചെയ്താൽ 78 കുട്ടികൾ എന്ത് ചെയ്യുന്നു, പാസ്സാവുന്നു. ബാക്കി വരുന്ന 22 കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഫെയിലായി പോകുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, +2 നമ്മളൊരു ക്ലാസ്സിൽ ചെല്ലുമ്പം ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടാവും? മിനിമം 50 കുട്ടികളുണ്ടാവും അല്ലെ? 50 കുട്ടികളുടെ ക്ലാസ്സിൽ അഥവാ 2 ബാച്ചുകളായിരിക്കും ഉണ്ടാവുക. അപ്പം 100 കുട്ടികൾ. അപ്പോൾ കൊമേഴ്സ് ബാച്ച്, ഹ്യൂമാനിറ്റീസ് ബാച്ച്, സയൻസ് ബാച്ച്, ഇങ്ങനെ ഒരു സ്കൂളിൽ എല്ലാത്തിനും ഒരു 2 ബാച്ച് വെച്ചിട്ട് വിചാരിക്കുക. മൊത്തം 6 ബാച്ചുകളായി അല്ലെ? എന്തൊക്കെ വരുന്നുണ്ട്? കൊമേഴ്സിന് 2 ക്ലാസ്, ഹ്യൂമാനിറ്റീസിന് 2 ക്ലാസ്, സയൻസിന് 2 ക്ലാസ്, എല്ലാത്തിനും 2 ക്ലാസ് വെച്ച് 100 കുട്ടികളെ മൊത്തത്തിലായി 300 കുട്ടികളായി അല്ലെ? അപ്പൊ 300 കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൽ 100 കുട്ടികളിൽ 22 പേര് നോക്കുന്നു. അതായത് കൊമേഴ്സ് മാത്രം പഠിച്ച് പരീക്ഷ എഴുതിയ 100 കുട്ടികളിൽ 22 പേര് നോക്കുന്നു. ഹ്യൂമാനിറ്റീസ് മാത്രം പഠിച്ച് പരീക്ഷ എഴുതിയ കുട്ടികളിൽ 22 പേര് നോക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? SLC പാസ്സായി വന്ന ആൾക്കാരാണ് ഇവര്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ +2 തോറ്റുപോയത്? നിങ്ങൾ ആലോചിക്കുക, ഇവർ മണ്ടന്മാരായിട്ടാണ് തോറ്റത്? അല്ല, എന്തോ ഒരു കാര്യം കൃത്യമായിട്ടുണ്ട്. ആ കാര്യം ഞാൻ കൃത്യമായി ഡാറ്റ വെച്ച് ഞാൻ പറയാൻ നോക്കോ. അതായത് മക്കളെ, 2024 ഇവർ SLC പരീക്ഷ കഴിഞ്ഞു അല്ലെ? SLC പരീക്ഷ കഴിഞ്ഞു. 2026 അവരുടെ +2 പരീക്ഷയും കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, 99% വിജയമുണ്ടായിരുന്ന ഇവിടെ നിന്നും ഇങ്ങോട്ടെത്തുമ്പോൾ വെറും 77%. എത്രയാണ്? 77%. നമുക്ക് റൗണ്ട് ചെയ്യാം, ഇനി വേണ്ട, നമ്മൾ ചെറുതാക്കിന്ന് വേണ്ട. 78% മാത്രമായിട്ട് +2ന്റെ റിസൾട്ട് മാറി. അതിനർത്ഥം ഇത്രയും കുട്ടികൾ തോറ്റുപോയി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് എണ്ണി ഞാൻ പറഞ്ഞത് നോക്കിക്കോളൂ. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ വർഷത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും അത് തോറ്റവരെല്ലാവരും എന്തായിരിക്കും, കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പഠിച്ചായിരിക്കും. സയൻസിലൊക്കെ പഠിക്കുന്ന നല്ല ബ്രില്യൻറ്റ് കുട്ടികൾ മാത്രമായിരിക്കും തോട്ട് അഥവാ തിങ്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം, ഏകദേശം 1,87,000 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, സയൻസിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതിൽ 84% പാസ്സായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? 16ഓളം കുട്ടികൾ, 100 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ 16ഓളം കുട്ടികൾ സയൻസിൽ തോറ്റിട്ടുണ്ട്. 16ഓളം കുട്ടികൾ. കൊമേഴ്സിൽ വരികയാണല്ലോ, കൊമേഴ്സിൽ പരീക്ഷ എഴുതിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 1,80,000 കുട്ടികളാണ്.
1,80,000 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അത്രയും കുട്ടികൾ പരീക്ഷ എഴുതി കൊമേഴ്സിൽ പാസ്സായത് 74%. അതായത് ഇതിന്റെ അർത്ഥം എന്താ? സിമ്പിളായിട്ട് പറഞ്ഞാൽ കൊമേഴ്സിൽ 4 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ 1 കുട്ടി തോക്കും. 4 കുട്ടി പരീക്ഷ എഴുതിയാൽ 1 കുട്ടി തോക്കും. 3 പേരെ പാസ്സാവുന്നുള്ളൂ. A+ന്റെ കണക്കല്ല പറഞ്ഞത്, ഫുൾ മാർക്ക് കിട്ടിന്റെ കണക്കല്ല പറഞ്ഞത്, ഫുൾ A+ കിട്ടിന്റെ കണക്കൊന്നും അല്ല പറഞ്ഞത്. പാസ്സാവുക എന്ന് പറഞ്ഞ കാര്യം ചെയ്താകത്തിലാണ് 3 പേര്. 4 ആൾക്കാരെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ 3 സുഹൃത്തുക്കളും ചേർക്കുക, മൊത്തം 4 പേര് അല്ലേ? നിങ്ങൾ 4 പേര് +2 പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കൊമേഴ്സിലാണെങ്കിൽ അതിൽ ഒരാൾ തോറ്റു പോകുന്നുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഹ്യൂമാനിറ്റീസ് എടുത്ത് നോക്കിയേ, അതിലേറെ ശോകം പിടിച്ച അവസ്ഥയാണ്. അതായത് 66% പാസ്സായിട്ടുള്ളൂ. ഈ പറഞ്ഞ 75,000-ഓളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു. 75,000 കുട്ടികളെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അതിൽ പാസ്സായത് 66%. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കുട്ടികൾ പരീക്ഷ എഴുതാം. 100 കുട്ടികൾ പരീക്ഷ എഴുതാം. അതിൽ 34 കുട്ടികൾ തോറ്റു പോകുന്നുണ്ട്. എത്ര കുട്ടികൾ? 34 കുട്ടികൾ തോറ്റു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം 34% പേര് തോൽക്കുന്നു എന്നാ. ആകെ പാസ്സാവുന്ന 66% ആൾക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സിൽ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റീസിൽ 3 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ ഒരാൾ തോക്കും. 3 കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ 2 സുഹൃത്തുക്കളും പരീക്ഷ എഴുതുന്നു, അതിലൊരാൾ തോറ്റിരിക്കും. ആ ഒരു ലെവലിലാണ് കണക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവർ മണ്ടന്മാരായതുകൊണ്ടാണ്, അഥവാ ഈ പറയുന്ന +2 പരീക്ഷ ചെയ്തവർ മണ്ടന്മാരായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരിക്കലും അല്ല. ഇവര് മണ്ടന്മാരായിട്ടല്ല. ഇവര് +1 ഈ പറഞ്ഞ +1ന്റെ മുൻപ് SLC ഒക്കെ നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളാണ്. പിന്നെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ഒക്കെ സംഭവിക്കാനുള്ള കാരണം എന്താ അറിയോ? അവര് പഠിച്ചു തുടങ്ങിയ മാറ്റാണ്. അവർ പഠിച്ചു തുടങ്ങിയ മാറ്റം എന്ന് പറയുമ്പോൾ പരീക്ഷയുടെ തലേന്ന് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നതും പരീക്ഷയുടെ തുടക്കം തൊട്ട് അല്ലെങ്കിൽ +1ലും +2ലൊക്കെ എത്തിയ സമയം തൊട്ട് പഠിച്ചു തുടങ്ങിയവരും ഇവർ 2 പേരും തമ്മിൽ 2 കാറ്റഗറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പഠിക്കുന്നവരും അവസാനം പഠിക്കുന്നവരും തമ്മിൽ വ്യത്യാസം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ 2 പേർക്കും ഒരുപോലെയാണ്, ചോദ്യങ്ങൾ 2 പേർക്കും ഒരുപോലെയാണ്, മാർക്കും 2 പേർക്കും ഒരുപോലെയാണ്. പക്ഷെ 2 പേരും എഴുതുന്ന ഉത്തരങ്ങൾ വളരെ വളരെ വലിയ മാറ്റങ്ങൾ ആ ഉത്തരങ്ങൾ ഉണ്ടാവും. എന്താ മാറ്റം എന്നറിയോ? പഠിച്ച് പരീക്ഷ എഴുതിയതിനും ജസ്റ്റ് പരീക്ഷയ്ക്ക് പോയി എഴുതിയതിനും തമ്മിൽ വലിയ മാറ്റമാണ് അവിടെ കാണുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതിലെ മാറ്റം. ഇനി ഈ പറയുന്ന കുട്ടികളുടെ ഞാൻ നേരത്തെ പറഞ്ഞു, 1,87,000 കുട്ടികൾ കൊമേഴ്സിലും ഈ 75,000 കുട്ടികൾ എവിടെയും ചെയ്തിട്ടുണ്ട്? ഹ്യൂമാനിറ്റീസിലും പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇത്രയും കുട്ടികൾ പരീക്ഷ എഴുതി ഫുൾ A+ കിട്ടിയ ആൾക്കാരോ 1,00,000. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1,00,000 ഓക്കെ, 1,87,000 കുട്ടികൾ ഓക്കെ. ഇത്രയും കുട്ടികൾ പരീക്ഷ എഴുതി 5,264 പേർക്കാണ് ഫുൾ A+ കിട്ടില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, SLCക്ക് 30,000 35,000 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയ സ്ഥാനത്താണ് കൊമേഴ്സ് സയൻസ് ഒക്കെ കുട്ടികൾക്ക് പോലും ഇത്ര സംഖ്യ വരുന്നില്ല. എന്താ കാരണം? വളരെ വലിയ തോൽവി സംഭവിക്കുന്നുണ്ട്. A+ പോയിട്ട് പാസ്സാവാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇത് പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താ പറയുക? വേറെ ഒന്നുമല്ല, പരീക്ഷയുടെ തലേന്ന് ഇരുന്ന് പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത് മക്കളെ. ഉറപ്പ് പറയാം, A+ കിട്ടില്ല എന്നുള്ള കാര്യം കൺഫേം ആണ്, ഉറപ്പാണ് കാര്യം. ഡബിൾ പാസ് കിട്ടുക അതും കിട്ടൂല. പിന്നെ എന്താ കിട്ടുക? പാസ്സായാൽ പറയാം പാസ്സായിന്ന്, ആ ഒരു ഉറപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പരീക്ഷയുടെ അന്ന് അല്ലെങ്കിൽ തലേന്ന് പോയി പഠിച്ചിട്ടാണ്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഞാൻ ആരാന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, സൽസബിൻ എന്നാണ് എൻ്റെ പേര്. ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇതെല്ലാം ഈ പറഞ്ഞ ഡാറ്റകളെല്ലാം കംപ്ലീറ്റ് ഗവൺമെന്റ് സോഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ പറഞ്ഞതാ. ഗവൺമെന്റ് പുറത്തുവിട്ട പബ്ലിഷ് ചെയ്തിട്ടുള്ള സോഴ്സ് വെച്ചിട്ട് മാത്രം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളും ഇനി ഈ ഒരു പക്ഷേ ഈ പറഞ്ഞ സംഗതിയുടെ ഭാഗമാകുക. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല കേട്ടോ. 4.5 ലക്ഷം കുട്ടികൾ +2 പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ വർഷം. 4.5 ലക്ഷം. അതിൽ പാസ്സായത് വെറും 3.5 ലക്ഷം കുട്ടികളാണ്. തോറ്റുപോയ കുട്ടികൾ എത്രയാ? 1 ലക്ഷം കുട്ടികൾ തോറ്റുപോയി. 1 ലക്ഷം കുട്ടികൾ എന്ത് ചെയ്തു? തോറ്റുപോയ കുട്ടികളുടെ എണ്ണം 1 ലക്ഷമാണ്. ഈ 1 ലക്ഷം കുട്ടികൾ തോറ്റുപോയതിൽ നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റ വിഷയം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണല്ലേ. സയൻസ് പഠിക്കുന്നവരും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിക്കുന്നവർക്ക് ഉണ്ടാവും. പക്ഷേ സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റ വിഷയം എന്ന് പറഞ്ഞാൽ ഈ 1 ലക്ഷത്തിൽ വളരെ സങ്കടകരമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് മക്കളെ, വേറെ ഒന്നുമല്ല. ഈ 1 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ കൂടുതൽ പേര് തോറ്റുപോയത്, അഥവാ 30,000-ഓളം കുട്ടികൾ തോറ്റുപോയ വിഷയം എന്ന് പറഞ്ഞാൽ വേറെ ഏതുമല്ല, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഏത് വിഷയം പഠിപ്പിക്കുന്നതെന്ന്. എക്കണോമിക്സാണ് തോറ്റുപോയത്. എക്കണോമിക്സാണ് തോറ്റുപോയത്. അത് ആരുടെ കുറ്റം കൊണ്ടാണ് നിങ്ങൾക്കറിയോ? ഈ പറഞ്ഞിരിക്കുന്ന എക്കണോമിക്സ് ആണ് ഒരു വിചാരം. നമുക്ക് എന്താണ്, നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു സംഭവമാണ് എക്കണോമിക്സ് അല്ലെ. ഇത് ആർക്കൊക്കെ വരുന്നുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസും ഇവർക്ക് മാത്രമേ എക്കണോമിക്സ് പഠിക്കാനുള്ളൂ, സയൻസുകാർക്ക് പഠിക്കാനില്ല. അപ്പൊ ഈ എക്കണോമിക്സിനാണ് 30,000-ഓളം കുട്ടികൾ തോറ്റുപോയിട്ടില്ലേ. 1 ലക്ഷം പേരെടുത്ത 30,000-ഓളം കുട്ടികൾ മാത്രം തോറ്റിയതാണ് ഈ പറഞ്ഞ എക്കണോമിക്സ്. അതിന്റെ അർത്ഥം എന്താ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 കുട്ടികൾ തോറ്റിയിൽ ഒരാൾ തോറ്റത് എക്കണോമിക്സ് ആണ് എന്ന നിലവാരത്തിലാണ് കണക്കുകൾ. അപ്പൊ അതിന്റെ കാരണം എന്താ? നമ്മൾ പഠിച്ചു തുടങ്ങിയതിലും പഠിച്ചതിലെയും മാറ്റമാണ് കാരണം. അപ്പൊ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ പരീക്ഷന്റെ തലേന്ന് പോയിട്ട് പഠിച്ചു കഴിഞ്ഞ് പരീക്ഷ എഴുതാനാണ് പോകുന്നെങ്കിൽ SLC വരെ നിങ്ങൾക്ക് അത് വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ
അതൊരിക്കലും ഇനി +1 +2 വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് 100% എഴുതിയിട്ട് അത് ഒപ്പിട്ട് തരാം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട ലോകം മാറ്റമുണ്ട്. ഈ പറഞ്ഞ +1 +2 കാണാൻ പോകുന്ന ലോകം അത് വേറെ മാറ്റമുണ്ട്. 10ാം ക്ലാസ് വരെ നിങ്ങൾ 10 വിഷയമായിരിക്കും സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ടുണ്ടാവുക. അതിൽ നിങ്ങൾ ഈ പറഞ്ഞ SLC കഴിഞ്ഞ് +2 എത്തുമ്പം 6 വിഷയങ്ങൾ പഠിക്കാനുള്ളൂ. വളരെ എളുപ്പമാണല്ലേ? ആകെ 6 വിഷയം പഠിച്ചാൽ പോരെ സാറേ, ഭയങ്കര എളുപ്പമല്ലേ? എത്രയോ വിഷയം കുറഞ്ഞ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, 10ാം ക്ലാസ് പഠിച്ചതിൻ്റെ 3 ഇരട്ടി കണ്ടന്റ് ഇവിടെ +2 പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ +2 പഠിക്കണ്ട, 10 കഴിഞ്ഞ് പഠിത്തം നിർത്തിക്കോ എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇത് പഠിക്കാൻ പറ്റുന്ന കണ്ടന്റാണ്. പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവാനും A+ നേടാനും ഫുൾ മാർക്ക് നേടാനും പറ്റുന്ന കണ്ടന്റാണ്. കാരണം വേറൊന്നുമല്ല, ഈ പറഞ്ഞ എക്കണോമിക്സ് ആണ് കൂടുതൽ പേര് തോറ്റെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 1200-ൽ 1186 മാർക്ക് വാങ്ങിയ നമ്മുടെ സ്റ്റുഡൻ്റ് ഉണ്ട്, ശരണ്യ എന്നുള്ള പേര്. ഈ ശരണ്യ 1186 മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ആ കുട്ടി എന്ത് കണ്ടിട്ടാണ് ഈ പറഞ്ഞിരുന്ന എഡ്യൂബോർഡിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്തതെന്ന് ചോദിച്ചപ്പം ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഒരുപക്ഷെ നിങ്ങൾ ആ വീഡിയോ മേ ബി കണ്ടിട്ടുണ്ടാവും. ആ കുട്ടി ജോയിൻ ചെയ്യാനുള്ള കാരണം പറഞ്ഞത് എക്കണോമിക്സിന്റെ ക്ലാസ് കണ്ടിട്ടാണ് സാറേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എഡ്യൂബോർഡിൽ ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞത്. അതായത് കൂടുതൽ പേര് തോറ്റുപോയ വിഷയമായിരുന്നു ആ കുട്ടിയുടെ ഫേവറേറ്റ് വിഷയം. ഏതാണ് സബ്ജക്റ്റ്? വേറെ ഏതുമല്ല, എക്കണോമിക്സ് ആണ് ആ കുട്ടിയുടെ സബ്ജക്റ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ശരണ്യ പറഞ്ഞു വെച്ച കാര്യങ്ങളാണിത്. അപ്പൊ എക്കണോമിക്സ് ഈ ക്ലാസ് കണ്ടിട്ടാണ് കുട്ടി ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജസ്റ്റ് പാസ് പോലും ആകാത്ത 30,000 പേര്, എന്നാൽ 1200-ൽ 1186 മാർക്ക്, അഥവാ 14 മാർക്ക് മാത്രം നഷ്ടമായ ശരണ്യ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വിഷയവും എക്കണോമിക്സ്. എന്താ ഈ ഡിഫറൻസ് വരാനുള്ള കാരണം? നിങ്ങൾ ആലോചിച്ചൊക്കെ ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതിലെയും നിങ്ങളെ പഠിപ്പിച്ചതിലെയും നിങ്ങൾ ജോയിൻ ചെയ്ത സ്ഥലത്തെയും മാറ്റങ്ങൾ മാത്രമാണ് കാരണം. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് മക്കളെ, നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണ് ആര്? എഡ്യൂബോർഡിന്റെ കംപ്ലീറ്റ് ടീം നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണ്. അതിൽ എഡ്യൂബോർഡിന്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആബ്സല്യൂട്ട് ഞാൻ പറഞ്ഞുതരാം, ഇനി നിങ്ങൾക്ക് ഈ പരാജയം സംഭവിക്കരുത്. നേരത്തെ പറഞ്ഞ 30,000 ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ പെടാതിരിക്കാൻ ശരണ്യെ പോലെ എക്കണോമിക്സ് ഫേവറേറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, 100% ഞാൻ ഉറപ്പ് തരാം. എക്കണോമിക്സ് നിങ്ങൾക്ക് ഒരു പേടിയില്ലാതെ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് അത് പഠിക്കാനും പറ്റും. ആ ഗ്യാരണ്ടി ഞാൻ തരാം. അപ്പം മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന കാര്യം, +1ന്റെ 1 ഇയർ ആയിട്ടുള്ള നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ വരാൻ പോവാണ്. ഈ സ്റ്റഡി പ്ലാൻ 1 വർഷത്തേക്ക് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, എവിടെയൊക്കെയാണ് പഠിക്കേണ്ടത്, പരീക്ഷയ്ക്ക് എങ്ങനെ വേണ്ടി പഠിക്കണം എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. നമ്മൾ നേരത്തെ പറഞ്ഞ 30,000-ഓളം കുട്ടികൾ തോറ്റുപോയ എക്കണോമിക്സ് ഉണ്ടല്ലോ, 1,00,000-ഓളം കുട്ടികൾ തോറ്റുപോയ +2 പരീക്ഷ ഉണ്ടല്ലോ, ഇതിലൊന്നും നിങ്ങൾ പെടാതിരിക്കും. ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ചോ, +1 നിങ്ങൾക്ക് ഡബിൾ പാസ് മാത്രമല്ല A+ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വരുന്ന 6-ാം തീയതി അഥവാ ജൂലൈ 6-ാം തീയതി നിങ്ങളുടെ സ്കൂൾ തുറന്ന മൺഡേ, തിങ്കളാഴ്ച തന്നെ, അന്ന് രാത്രി കൃത്യം 7 മണിക്ക് നമുക്ക് എന്തായിരിക്കും പബ്ലിക് ലൈവ് ഉണ്ടായിരിക്കും. ആ പബ്ലിക് ലൈവ് ഈ ചാനലിൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ നമ്മുടെ പബ്ലിക് ലൈവ് ഉണ്ടാവും. അഥവാ എഡ്യൂബോർഡിന്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ നമുക്ക് സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് വരുന്ന പബ്ലിക് ലൈവ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മറക്കാതെ കാണേണ്ടതും ഈ പറഞ്ഞ ലൈവാണ്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്തേക്കുന്ന കാര്യമല്ലോ, ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ലൈവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഫോളോ അപ്പ് ഉണ്ടാവില്ല. നമ്മളൊരു വീഡിയോ കാണും, അടുത്തേക്ക് പോലെ പിന്നെ നമ്മൾ മറന്നു വരണം. അപ്പൊ അങ്ങനെ മറന്നു പോയാൽ പോലും നമ്മൾ ഓർമ്മിപ്പിക്കാൻ ഒരാളുണ്ട്. ആരറിയോ? നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എഡ്യൂബോർഡിന്റെ ലൈവിന്റെ ലിങ്ക് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആ ലൈവിന് നേരെ കയറിയിട്ട് അവിടെ ലൈക്ക് അടിച്ചു വെച്ചോ, എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോ. എന്നാൽ എന്തായാലും നമ്മൾ മറന്നാൽ പോലും തിങ്കളാഴ്ച രാത്രി 7 മണിന്റെ മുൻപായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. മോനെ, നീ നേരത്തെ ലൈക്ക് അടിച്ചു വെച്ച വീഡിയോ ഉണ്ടല്ലോ, അത് നേരെ ലൈവ് തുടങ്ങിയിട്ടുണ്ടോ, വേഗം പോയിരുന്ന് കണ്ടോ, മറക്കാൻ നിൽക്കണ്ട, വേഗം പോയി കണ്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, ലൈവ് മിസ്സാക്കണ്ട. കൃത്യം രാത്രി 7 മണിക്കായിരിക്കും, തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് +1 എന്ത് പഠിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ശരണ്യയുടെ കേസ് ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, കൂടുതൽ പേര് തോറ്റുപോയ വിഷയം എക്കണോമിക്സ് അല്ലേ, അപ്പോൾ അത് അത്രയും ടഫാണെന്നുള്ള വിചാരിച്ച്. പക്ഷേ ശരണ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പഠിച്ച വിഷയം എന്തായിരുന്നു? എക്കണോമിക്സ് ആയിരുന്നു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ശരണ്യക്ക് എന്ത് ചെയ്യാം, തൊട്ടതായ കമന്റ് ചെയ്യാം. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശരണ്യ എന്തായാലും കമന്റ് ചെയ്യണമെന്ന് ഞാൻ പറയണേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. കാരണം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ അപ്ഡേഷൻസും ഒന്നുപോലും മിസ്സാക്കാതെ കൃത്യമായിട്ട് എന്തെങ്കിലും വാട്സപ്പിൽ കിട്ടും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. തൊട്ടതായ ലിങ്ക് ഉണ്ടാവും, ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ മറക്കണ്ട, തിങ്കളാഴ്ച രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ പബ്ലിക് ലൈവ് ഉണ്ട്. അപ്പോൾ ഇനി പഠിക്കാനുള്ള സമയമാണ്. നമ്മൾ പഠിച്ചു തുടങ്ങും, നമുക്ക് ജയിക്കണം. കാരണം നമ്മളെ ഇനി ജയിക്കാൻ പാടുള്ളൂ. കാരണം എന്താണ്, നമ്മളല്ലാതെ മറ്റുള്ളവർ ജയിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലൈഫില്ല എന്ന് പറയുന്ന ആ ഒരു തോട്ടിലേക്ക്
നമ്മൾ വളരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രം ജയിച്ചാൽ പോരാ, ബാക്കിയുള്ള നമ്മുടെ കൂടെ ഉള്ളവരും ജയിക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ലൈവിൻ്റെ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഷെയർ ചെയ്തോ. കാരണം നമ്മുടെ കൂടെ ഒന്നുമല്ലാതിരുന്ന സമയത്ത് പോലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മുടെ ഫ്രണ്ട്സ് അഥവാ നമ്മുടെ കൂട്ടുകാരെന്നത്. അപ്പം നമ്മളും പാസ്സാവട്ടെ, നമ്മുടെ കൂട്ടുകാരും പാസ്സാവട്ടെ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോഡ്. ഹാപ്പി ലേണിംഗ് ഓൾ.